ഹായ്, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ സമയം വിത്ത് റീനു. പ്രണയമെന്നാൽ ഹൃദയമൊരുക്കുന്ന മധുര നൊമ്പരമോ, നെഞ്ചിനുള്ളിൽ കുളിര് പെയ്യും വർണ്ണ മലർമഴയോ? പ്രണയം ഒരു പെയിനാണോ, ഒരു സന്തോഷമാണോ? സത്യത്തിൽ പ്രണയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്കറിയാൻ പറ്റും, കുറേ വേദനയുണ്ട്, കുറേ സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷത്തിലിരിക്കുന്നൊരു സമയത്ത് ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു ഫൈറ്റ്, ബോയ് ഫ്രണ്ടുമായിട്ടൊരു ഫൈറ്റ്. അപ്പോൾ നമുക്ക് തോന്നും, എന്താ ഇത്രയും വേദന? എന്നാൽ അതിനുശേഷം കൂടുമ്പോഴത്തെ ആ ഒരു സന്തോഷം, അപ്പോൾ നമ്മൾ വിചാരിക്കും, ആ വേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നോ? ഞാൻ ശരിക്കും അതിലൂടെ കടന്നു പോയതാണോ? അതാണ് പ്രണയം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പ്രണയം അനുഭവിക്കണം, അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. റീനുവിൻ്റെ കൂടെ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഹായ്, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ സമയം വിത്ത് റീനു. പ്രണയമെന്നാൽ ഹൃദയമൊരുക്കുന്ന മധുര നൊമ്പരമോ, നെഞ്ചിനുള്ളിൽ കുളിര് പെയ്യും വർണ്ണ മലർമഴയോ? പ്രണയം ഒരു പെയിനാണോ, ഒരു സന്തോഷമാണോ? സത്യത്തിൽ പ്രണയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്കറിയാൻ പറ്റും, കുറേ വേദനയുണ്ട്, കുറേ സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷത്തിലിരിക്കുന്നൊരു സമയത്ത് ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു ഫൈറ്റ്, ബോയ് ഫ്രണ്ടുമായിട്ടൊരു ഫൈറ്റ്. അപ്പോൾ നമുക്ക് തോന്നും, എന്താ ഇത്രയും വേദന? എന്നാൽ അതിനുശേഷം കൂടുമ്പോഴത്തെ ആ ഒരു സന്തോഷം, അപ്പോൾ നമ്മൾ വിചാരിക്കും, ആ വേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നോ? ഞാൻ ശരിക്കും അതിലൂടെ കടന്നു പോയതാണോ? അതാണ് പ്രണയം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പ്രണയം അനുഭവിക്കണം, അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. റീനുവിൻ്റെ കൂടെ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞു, ഈ ലോകം ഒരു നാടകവേദിയാ, സ്ത്രീയും പുരുഷനും അതിലെ അഭിനേതാക്കളും എന്ന്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ചിലപ്പോൾ തോന്നിപ്പോവും, റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ ഇത് എത്ര സത്യമാണ്. നമ്മൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുമ്പോൾ നമ്മുടെ ബോയ് ഫ്രണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് പറയുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ അഭിനയിക്കുമല്ലേ, ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു എന്ന് നടിക്കുമല്ലേ. എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തരം ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അയാളൊരു നല്ല ആളായിരിക്കും. അതുകൊണ്ടല്ലേ ഈ അഭിനയം. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങൾ എന്തെങ്കിലും പ്രിറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടതായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഉത്തരം പോസ്റ്റ് ചെയ്യൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സച്ച് എ റൊമാൻറ്റിക് സോങ് ഓൺ ക്ലബ് FM. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ നെസ്സി. ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും നമ്മൾ പ്രിറ്റൻഡ് ചെയ്യേണ്ടി വരാറില്ലേ? അങ്ങനെ ഉണ്ടാവാതിരുന്നിട്ടില്ല, പക്ഷെ അയാളുടെ ഇഷ്ടങ്ങൾ എനിക്കും കൂടെ ഇഷ്ടാവും. അങ്ങനെയാവും. അങ്ങനെയാവും. നമ്മൾ എന്തുകൊണ്ടാ ശരിക്കും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളെ പോലും ഇഷ്ടമാന്ന് പറയുന്നത്? ശരിക്കും അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലേ ലൈഫ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. അതൊരു തെറ്റൊന്നുമല്ലല്ലോ. ഇല്ല, അതൊരു തെറ്റായി കാണുന്നില്ല. നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തില്ലെങ്കിൽ അത് ലൈഫ് വിജയിക്കണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ആ ബന്ധവും പോവാൻ മുഴുവൻ അടിയായിരിക്കും അല്ലേ? ഓക്കെ നെസ്സി, താങ്ക് യു സോ മച്ച്. ബൈ. ഇതുപോലെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.